ഹലോ ഗൈസ്, ഹലോ 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 ഹലോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ. അപ്പോൾ ഞാൻ കുറച്ച് ഓഫ്ലൈനിലൊക്കെ ഗ്രൈൻഡ് ചെയ്തൊരു $1148 ആക്കി വെച്ചിട്ടുണ്ട്. റിച്ചാണ് ഞാൻ. അപ്പോൾ ഇന്ന് നമുക്ക് കടയിൽ സാധനമൊക്കെ കുറവാണ്. നമുക്കിന്ന് സ്റ്റോറൊന്ന് വലുതാക്കണം. ഇന്ന് നമ്മൾ സ്റ്റോർ വലുതാക്കും. പറ്റുമെങ്കിൽ കുറച്ചുകൂടി ഷെൽഫ് വാങ്ങിക്കാം. ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വാങ്ങിക്കാണ്ട്. പിന്നെ വേറെ ഒരു അപ്ഡേറ്റ് എന്താ വെച്ചാൽ ഞാൻ മറ്റേ സാമ്പിൾ വെർഷനൊക്കെ വിട്ടു. ഞാൻ ഒറിജിനൽ അങ്ങോട്ട് വാങ്ങി. കണ്ടോ, ATM കാർഡ് എടുക്കും ഇപ്പോൾ ഇവിടെ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റോറേജ് റൂം കിട്ടും. കുറച്ച് കഴിയണം, ഞാൻ കാണിച്ചു തരാം. കുറച്ച് കഴിയണം മീൻസ് മാർക്കറ്റല്ല, മാനേജ്മെൻറ്റ്. ഓക്കെ, സ്റ്റോറേജ് കിട്ടണമെങ്കിൽ എത്ര ആവണത്? $800. $800 മാത്രമല്ലല്ലോ, സ്റ്റോറേജ് ലോക്കോട് കൂടെയാണ്. സ്റ്റോറേജ് അപ്പോൾ പിന്നെ അടച്ചേക്കാം. ഇപ്പം അതിൻ്റെ ഫൈൻ അടക്കാൻ എനിക്ക് തോന്നുന്നു ലൈസൻസ് എടുക്കേണ്ടി വരും. നമുക്കിന്നൊരു പുതിയ ലൈസൻസും പിന്നെ നമുക്ക് സ്റ്റോറേജും അങ്ങോട്ട് വലുതാക്കാം. ഐ തിങ്ക് സാധനങ്ങളൊന്നുമില്ല, എല്ലാം ഒരു പാക്കറ്റ് വെച്ച് വാങ്ങിക്കാം. കുഴപ്പമില്ല, $1000 ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12. ഒരു പ്രശ്നമില്ല. കൂടുതൽ വാങ്ങിക്കണ വേണ്ടല്ലേ? ഒയ്യോ വേണ്ട. പിന്നെ ഇപ്പോൾ അവിടെ വരെയൊക്കെ കാണാൻ പറ്റും. മുമ്പ് ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് അവിടെ വരെയൊക്കെ നടന്നു പോകാനൊക്കെ പറ്റും. ഞാൻ കാണിച്ചു തരാവേ. ഒന്ന് സ്റ്റോക്ക് വെച്ചിട്ട് കട തുറന്നിട്ട് നമുക്ക് പോകാം. കട തുറന്ന് വെച്ചിട്ട് പോകാം, ഒരു കുഴപ്പമില്ല. അയ്യോ, സാധനം തീർന്നു. എടാ, ഈ സാധനം ഇവിടെയും വെക്കാം. നമുക്ക് സാധനങ്ങളുണ്ട്, ഷെൽഫുണ്ട്, കാശുണ്ട്. അപ്പോൾ നമുക്കിത് ഫുള്ളൊന്ന് നിറച്ച് വെക്കണം. പോരാട്ടാ, ഇത്ര വെച്ചിട്ടൊന്നും അറിയുന്നില്ലത്. ഇനിയും വാങ്ങിക്കണം. അപ്പം എല്ലാതും ഓരോന്നിച്ച് വെച്ചിട്ട് സ്ഥലം മാറിപ്പോയാ? ഇല്ല, സ്ഥലം ഒന്നും മാറിയിട്ടില്ല. എന്തൊരു ഓയില്? ഓയിലൊക്കെ നല്ല കച്ചവടം കേട്ടോ അവിടെ. ഓയിലൊക്കെ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. പാസ്ത ഇന്ന് വില കൂടുതൽ കുറവ് എന്തുകൊണ്ടാണോ ഞാൻ നോക്കാനും വിട്ടുപോയി. ഇനി എല്ലാത്തമ്മലും പോയി നോക്കണം. ഡെയിലി ഈ സാധനത്തിൻ്റെ വില കൂടിയും കുറയൊക്കെ ചെയ്യും, അതൊരു പ്രശ്നമാണ്. വെള്ളം താഴ്ത്തിരുന്നോട്ടെ. എല്ലായിടത്തും ഇരിക്കട്ടെ. സ്ഥലമുണ്ട്, ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഫ്രിഡ്ജിൽ. അയ്യോ, പെട്ടി കളഞ്ഞില്ല ഞാൻ. ഇത് പുതിയ സാധനമാണല്ലോ. ഇത് പുതിയ സാധനമാണ് കേട്ടാ. ചീസനല്ലേ ഇത്? സെൽഫി വെക്കാൻ പറ്റില്ല ഫ്രിഡ്ജിൽ. ഇതൊക്കെ ഈ ഒറിജിനൽ വെർഷൻ്റെ അകത്ത് വരുന്നതാണ്. അവിടെ വെള്ളക്കുപ്പി വെച്ചോണ്ട് അപ്പോൾ അവിടെ ഇനി വെക്കാനും പറ്റത്ത്. അപ്പോൾ കൊന്നേനെ അവൻ. ഇതിൽ വണ്ടിയൊക്കെ ഓടുന്നുണ്ട്. ഒറിജിനൽ വെർഷൻ ആയതുകൊണ്ടാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇനി വാങ്ങിക്കണില്ല. കോസ്റ്റ് ഇഷ്ടം പോലെ ഉണ്ട്. അത് നമുക്ക് ഫസ്റ്റ് സെക്ഷൻ വലുതാക്കേണ്ടി വരും. വെള്ളം വേണ്ട, ചീസ് എക്സ്ട്രാ ഇരിക്കട്ടെ, ആവശ്യം വരും. ഇതാണ് ബാക്കിയുള്ളത്. അപ്പോൾ അത് വേണ്ട. ഒരു വന്നില്ലേ? കോഴിമുട്ട ഒക്കെ ഓടോ മോനെ. ഓക്കെ, നൈസായിട്ട് കട തുറന്നിട്ട് അല്ലി വേണ്ട, വിലയൊക്കെ ഒന്ന് നോക്കട്ടെ ഡെയിലി. ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് 3.28. നമുക്കൊരു 3.7 ഇട്ടേക്കാം. 7 നമുക്ക് $50. ശരി, 50 $0.50 അത്രയും വില കൂട്ടുള്ളൂ. ഇനി ഒരു 12 ഇതിന് നല്ല വില കൂട്ടും കേട്ടോ. അതിന് ഡിമാൻഡ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. 3.9 അപ്പം 4.2 ഇരിക്കട്ടെ. ചിലതിനൊക്കെ കുറച്ചുകൂടി ഒരു കുഴപ്പമൊന്നുമില്ല. 6. ഇത്ര ഇരിക്കട്ടെ. ഇതിനൊന്നും നല്ല വില കൂടിയിട്ടുണ്ട്. ഇന്നലെ ഈ സാധനത്തിന് വില കുറവായിരുന്നു. ഇവിടെയൊക്കെ ഇനിയും ഷെൽഫ് ബാക്കിയുണ്ട്, അതാണൊരു ഇത്. വേണ്ട, വെള്ളം വില കൂട്ടരുത്. വെള്ളം വില കൂട്ടുന്നത് മോശമാണ്. മുട്ടക്ക് വില കൂടിയല്ല, കോഴിമുട്ടക്ക് വില കൂടി. 5.5 ഇരിക്കട്ടെ. ഒയ്യോ, ഇതിന് പ്രൈസ് ഇടാൻ ഞാൻ വിട്ടു. ഇത് പുതിയ പ്രൊഡക്റ്റാണ്. പുതിയ പ്രൊഡക്റ്റ് ചെയ്തിട്ട് $5 ഇരിക്കട്ടെ. ഇത് ലോക്കഡാണ്. ഇത് അൺലോക്കഡ് ആവും ഒരു ദിവസം. ഇവിടെ ഇഷ്ടംപോലെ സാധനം എടുത്ത് അകത്ത് വെക്കാണ്ട്.
ഇതൊക്കെ ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് വെച്ചതിൻ്റെ ശേഷം നമുക്ക് പുതിയൊരു സെക്ഷൻ അങ്ങോട്ട് വാങ്ങിക്കാം. ആ ഫുള്ളായി. അതുവരെ അവിടെയാണ് നമ്മുടെ സ്റ്റോറേജ് റൂം. വേണ്ട വേണ്ട അങ്ങോട്ട് ഇരുന്നു. അപ്പോൾ ലൈക്ക് നമ്മൾ കെബാബ് സിമുലേറ്ററും തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ടു എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഒരു പാർട്ട് 2 അങ്ങനെ തന്നെ ചെയ്യണോ അതോ ഒറ്റയ്ക്ക് ചെയ്താൽ മതിയെന്നല്ലേ ചെയ്യണേ? നിങ്ങൾ പറ. ലൈക്ക് അതിൻ്റെ മറ്റേ ഡബ്ബിങ് വേണോ? ഡബ്ബിങ് ആളെ ഫാമിലിയൊക്കെ. പക്ഷെ അവർക്ക് ഇനി റോളില്ല അതിൽ. ഇനി അതിൽ കസ്റ്റമേഴ്സിനാണ് റോളുള്ളത്. വന്നാ കട തുടങ്ങിയായിരുന്നല്ലേ. കണ്ടോ, കാർഡ് എടുക്കുക, അങ്ങനെ വെക്കുക, സ്വൈപ്പ് ചെയ്യുക, പിന്നെ നമ്മൾ കാശ് അടിക്കുക. ഇവിടെ നമ്മൾ ചില്ലറൊന്നും എടുക്കണ്ട, പക്ഷെ കറക്റ്റ് കാശ് അടിക്കണം. അതാണൊരു പ്രശ്നം. കുറെ കാശുണ്ട്, ഒരു കുഴപ്പമില്ല. ഒരു പാക്കറ്റ് പഞ്ചസാരൊക്കെ വാങ്ങിയിട്ട് കാർഡ് തരുന്നോടാ. ഇനി എന്തെങ്കിലും ഉണ്ടല്ലോ. ഈ 2 വട്ടിയും കൂടി വെച്ച് കഴിഞ്ഞാൽ സാധനം എല്ലാ സ്റ്റോക്കും ഫുള്ളാവും. ചീസ് കസ്റ്റമേഴ്സ് ഉള്ളപ്പോൾ കട വലുതാക്കാൻ പറ്റത്തില്ല, അതാ പ്രശ്നം. ഇന്നത്തെ ഒരു കച്ചവടം കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കട വലുതാക്കേണ്ടേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. 56 ശേ രൂപക്കുള്ള സാധനമൊക്കെ വാങ്ങിയ നല്ല കച്ചവടം കേട്ടാ. ഒറിജിനൽ വാങ്ങിയതിൻ്റെ ശേഷം നല്ല കച്ചവടം ഉണ്ട്, നല്ല ലാഭമൊക്കെ ഉണ്ട്. ഇപ്പോൾ 704 ഇയാളതല്ല എടുത്തത്. സാധനം തരുന്നു. ഇനി സ്റ്റോക്ക് ഒന്നുമില്ല, ഇനി ഒന്നും സ്റ്റോക്ക് എടുക്കില്ല. ഇനി ഇപ്പോൾ സാളൊക്കെ ഇന്നത്തെ കച്ചവടം കഴിഞ്ഞിട്ട് നമ്മൾ കട വലുതാക്കണം. അതാണ് ഇന്നത്തെ ഒരു പരിപാടി എന്നുള്ളത്. അതാ കട വലുതാക്കേണ്ടത്. പിന്നെ പ്രൊഡക്റ്റ് ലൈസൻസ് പുതിയ ഒരെണ്ണം വാങ്ങിയാൽ ആ ഷെൽഫും ഫുള്ളാവും. ആ ഷെൽഫ് ഫുള്ളാവുന്നല്ല, ഒരു ഷെൽഫും കൂടി വേണ്ടി വരും. കാരണം പുതിയൊരു ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 6 പ്രൊഡക്റ്റും കൂടി കിട്ടും. അപ്പോൾ 6 വെക്കാനുള്ള സ്ഥലം 2 വരിയാണെങ്കിൽ ഉണ്ടാവില്ല, ഓരോ വരിയായിട്ട് വെക്കേണ്ടി വരും. ഇനി ഫ്രിഡ്ജ് വെക്കേണ്ടിണ്ടാണോ അതിൽ? പുതിയ പ്രൊഡക്റ്റ് ലൈസൻസ് കിട്ടുന്നതിൽ ഫ്രിഡ്ജ് വെക്കാനുള്ള സാധനം ഉണ്ടോ? ഉപ്പും അരിയൊക്കെ കിട്ടും കേട്ടാ. ഒലീവ് ഓയിൽ, ഫ്ലോറ്, പീനട്ട് ബട്ടർ നമുക്ക് ലൈക്ക് മറ്റേ സാമ്പിൾ വെർഷൻ്റെ അകത്ത് ഫസ്റ്റ് കിട്ടുമായിരുന്നു. എനിക്ക് എന്താ കിട്ടാത്തത്? എല്ലാം ഉണ്ടല്ലോ. അത്യാവശ്യം മാന്യമായിട്ടുള്ള വിലയിലാണ്. ചേച്ചി പുതിയതാണ്, കണ്ടിട്ടില്ല ഇവിടെ. താങ്ക് യു. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ആരോ കമൻറ്റ് ചെയ്തായിരുന്നു മറ്റേ ഡേറ്റ് കഴിഞ്ഞ ബ്രെഡ് വന്ന്. ഡേറ്റ് കഴിഞ്ഞൊന്നല്ല, ഫ്രഷാ. ഒരു കൊടുത്തില്ല. ശരിയാ, 11 മതി. ഓട്ടെ, വില കൂടിയ സാധനത്തിന് നല്ല ലാഭം ഉണ്ട് തോന്നുന്നു കേട്ടാ. നമ്മൾ ഇതുവരെ ലോണൊന്നും എടുത്തിട്ടില്ല. നമ്മൾ ലോണൊന്നും എടുക്കില്ല. നമ്മൾ പണിയെടുക്കും, കാശുണ്ടാക്കും, എന്നിട്ട് നമ്മൾ സാധനം വാങ്ങിക്കും. നോ ലോൺ എടുത്താൽ പിന്നെ പലിശ ഒക്കെ എടുത്ത് എന്തിനാ വെറുതെ. സാധനം തീരുമ്പോൾ സ്റ്റോക്ക് വെക്കും. അതാണൊരിത്. കണ്ട അവിടെ കാലിയാക്കണം ആ പെട്ടികളൊക്കെ. എടാ ഇതാണ് പ്രശ്നം. കേശവനെ നിർത്താണ്ട് നടക്കില്ല ഇതൊന്നും. എല്ലാം കൂടി എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നടത്തൂല. പറ്റില്ല. പണിക്ക് ആളെ നോക്കുന്നുണ്ട്. ഒരാൾക്കാർ പണിക്ക് മറ്റേ ആപ്ലിക്കേഷനൊക്കെ ഇട്ടായിരുന്നു. കമൻറ്റിൽ നോക്കാം, ഇൻ്റർവ്യൂ നോക്കാം. കട വലുതാക്കിയിട്ട് ഒറ്റ ടേബിളല്ലേ ഉള്ളൂ. 2 ടേബിളൊക്കെ ആക്കിയിട്ട് ഞാൻ തരാം. ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വെക്ക്. അവിടെ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടാ. ഇന്ന് തുടങ്ങിയപ്പോൾ എത്ര രൂപ വരുന്നു? $1300 ആയിരുന്നു. 1200 ആവില്ല, കട അടക്കുമ്പോഴത്തേനാവും. ഇതേ കൊണ്ടുപോകുന്നു. എവിടെ മോനെ ഇഷ്ടംപോലെ സാധനം വാങ്ങിക്കുന്നുണ്ട്.
അടുത്ത പെട്ടി കാലിയായി. അടുത്ത പെട്ടി കാലിയായി. ഏതാ ബിസിനസ്മാൻ തന്നെ ഞാൻ. കണ്ട കാശ് വില കുറച്ചിട്ടപ്പോൾ ആൾക്കാരെ എണ്ണം കൂടി. ഇനി ഇവർ പോയിട്ട് അടുത്ത ആൾക്കാരോട് പറയും ഇവിടെ സാധനത്തിന് വില കുറവാണ്, അപ്പം നാളെ ഇതിൻ്റെ ഇരട്ടി ആൾക്കാർ വരും. ഞാനൊരിക്കില്ലാടെ തന്നെ നമ്മൾ 2 രൂപ കൂട്ടിയിട്ട് ഇവർ സാധനം വാങ്ങിക്കില്ല, കുറച്ച് അപ്പുറത്തോട്ട് പറയും ചെയ്യും ഇവിടെ വില കൂടുതലാണ്. ലൈറ്റ് കറണ്ട് ബില്ലൊക്കെ ഉണ്ട്. കറണ്ട് ബില്ലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പക്ഷേ ലൈറ്റൊക്കെ അതിൽ കുറവാണ്. ഏതല്ലേ ഇഷ്ടം പോലെ സാധനം എടുത്തിരിക്കുന്നത്. ചില്ലറയും കൊണ്ടുവരണം കേട്ടോ അടുത്ത പ്രാവശ്യം വരുമ്പോൾ. പെട്ടെന്ന് നോക്കട്ടെ, കുഴപ്പമില്ല, അത്യാവശ്യമുണ്ട്. അവിടെ എഴുതി വെക്കണം ഇനി ചില്ലറയും കൊണ്ടുവരണം എന്നുള്ളത്. ഒരാൾ വരുന്നുണ്ട്, ആൾ അത്യാവശ്യം എടുക്കുമായിരിക്കും. 1400 ആയി കേട്ടാ. ലാഭമുണ്ട്, ലാഭമുണ്ട്, ലാഭമായി. ഒരു സാധനം ബാക്കിയുണ്ട്. സാധനം കഴിഞ്ഞു. അങ്ങോട്ടെ ചില്ലറ പറക്കി എൻ്റെ ജീവിതം തീരുമല്ലോ. കാർഡ് അത് കൊള്ളാം. സാറൊരു മനുഷ്യനാണ്, ഇഷ്ടംപോലെ സാധനം ഉണ്ട്. ഒരു കവർ മതിയാ? ഒരു കവർ കൂടെ എടുക്കാറില്ല. ഫുള്ളാണ്. ഇത് തീർന്നാ? ഇത് ഞാൻ വില കുറച്ചായിരുന്നല്ലേ ഞാൻ. ഇന്നത്തെ ഡേ തീർന്നു. നമുക്കപ്പോൾ അപ്പുറത്ത് ചീസ് വെക്കാല്ലേ. ഓരോ കള്ളി ഓരോന്നിനാക്കി കൊടുക്കണം. അപ്പം 4 സാധനം വെക്കാൻ പറ്റും നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്ത്. അവിടെ അർണോൾഡ് ഇഷ്ടം പോലെ സാധനം വാങ്ങി. അർണോൾഡിനെ കൊണ്ട് നമുക്കൊരു ദിവസം സംസാരിപ്പിക്കാം. ഇനിയുണ്ടല്ലോ ഇഷ്ടം പോലെ വീഡിയോസ് വരാനുണ്ട്. ഇത് വലുതായി ഒരു മാളാവുന്നത് വരെ ഞാൻ വീഡിയോ ഇടും. എല്ലാ അപ്ഡേഷനും ഓരോ അപ്ഡേഷനും ഞാൻ വീഡിയോ ഇടും. ഒരു കുഴപ്പമില്ല. എടാ ഇതൊരു 2 വെക്കണില്ല. ഇത് ഫുള്ള് തീർന്നു കേട്ടാ. വില കുറവല്ലോ അതിന്. ആ സ്റ്റിക്കറാ പോയി. ഏവറേജ് കോസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. നമുക്കപ്പോൾ നേരം വെളുത്തിട്ട് നമുക്ക് സ്ഥലം വലുതാക്കാം. ഇന്നത്തെ ലാഭം നോക്കട്ടെ. ഇന്ന് 322 രൂപ ലാഭമുണ്ട് കേട്ടാ. അത് കൊള്ളാം. ചോപ്പിക് സിറിയലിന് വില കൂടി. അത് ഫസ്റ്റിന് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ വിട്ടുപോകും. എവിടെ നല്ല റേറ്റ് കൂടിയില്ല ഇതിന്. ഇന്നലെ തന്നെ കുറേ സ്റ്റോക്ക് വാങ്ങിച്ചാൽ മതിയായിരുന്നു വെറുതെ. അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് പ്രൊഡക്റ്റ് ലൈസൻസ് ആണ്. ലൈസൻസ് 3 വന്നു കേട്ടോ. ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. അത് നമുക്ക് സ്ഥലം വലുതാക്കാം, അല്ലെങ്കിൽ ഇത്ര സാധനം വെക്കാനുള്ള സ്ഥലമില്ല. 2 പ്രാവശ്യം സെക്ഷൻ വലുതാക്കാൻ പറ്റുമോ? അല്ല ആദ്യം 2 വലുതാക്കാൻ ഇരിക്കട്ടെ. $1300 മൂന്നാമത്തും വലുതാക്കാം കേട്ടോ. എടാ മോനെ, ഇത്രത്തോളം വലുതായ? അപ്പോൾ ഷെൽഫൊന്നും പോരാണ്ട് വരുമല്ലോ. എങ്ങനെ വെക്കും? പ്രശ്നമാണിത്. സാധനം അതിലങ്ങോട്ട് ഇരിക്കുന്നില്ല. ഒതുങ്ങിയിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഇത് ഇവിടെ ഇരിക്കട്ടെ. കറക്റ്റാണ്, ഒരു കുഴപ്പമില്ല. നമുക്ക് ഫ്രിഡ്ജ് മാറ്റിയിട്ട് നമുക്കൊരു 5-6 ഫ്രിഡ്ജ് വാങ്ങിയിട്ട് ഇവിടെ അങ്ങോട്ട് നിരത്തി ഇടണം. ഇവിടെ ഇരിക്കട്ടെ ഫ്രിഡ്ജ്. ഓക്കെ, അങ്ങോട്ട് കയറി വയ്ക്കൂല. ഒരുമിച്ച് അങ്ങോട്ട് ഇരിക്കാനാണ് പണി. ഇരുന്ന് ഒരു ഷെൽഫും കൂടി വാങ്ങിയല്ല.
കുറച്ച് പുതിയ ഐറ്റംസ് വരുന്നതല്ലേ. ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ഇന്നത്തെ സ്റ്റോക്ക് എടുക്കാനുള്ള കാശുണ്ടാവണോ? എവിടെ അത്? ആ ഫർണിച്ചർ, പുതിയൊരു ഷെൽഫ്. വാങ്ങിക്കാം. $200. വന്നില്ലേ? ആ ഓർഡർ ചെയ്തുള്ളതേ. സെറ്റ്. ഒത്തരമേര അടുപ്പിച്ചിരിക്കും, അതാണ്, അത്രയേ ഉള്ളൂ ഇപ്പം സെറ്റ്. പക്ഷെ അവിടെ ഒരു ഗ്യാപ്പ് എന്തിൻ്റെ എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഗ്യാപ്പ് മറ്റേ എന്ത് ചെയ്യാൻ പറ്റും? ഓട്ടെ എന്തായാലും നമുക്ക് ഇന്നത്തെ സാധനമൊക്കെ അങ്ങോട്ട് സ്റ്റോക്ക് വെച്ചിട്ട് 1 2 5 കാശത്തൊക്കെ ഇല്ലല്ലേ. മാക്സാ ഇത്ര തരാൻ പറ്റുള്ള? ഇതും കൂടി ഇരിക്കട്ടെ. ഇനി നിനക്കും അത്രയായിട്ടൊരു വിഷമം വേണ്ട. പുതിയ പ്രൊഡക്റ്റ് ലൈസൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ വാങ്ങിക്കാം. എന്നിട്ട് അല്ലെങ്കിൽ വേണ്ട, നോക്കട്ടെ എങ്ങനെ പോകണമെന്ന് നോക്കട്ടെ ഞാൻ. ഇന്നത്തെ ഇത് കഴിഞ്ഞിട്ട് കാശുണ്ടെങ്കിൽ നമുക്ക് പുതിയ പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ വാങ്ങിക്കാം. പുതിയ 2 പ്രൊഡക്റ്റ് ലൈസൻസ് നമുക്ക് ഒരുമിച്ച് വാങ്ങിയിട്ട് ഫുള്ള് അങ്ങോട്ട് സെറ്റാക്കാം. കട മൊത്തം സാധനം. ഒരു ഫ്രിഡ്ജും കൂടി വാങ്ങണം. ഇതാകുമ്പോൾ സീനില്ല. ഫ്രിഡ്ജിലുള്ള ഐറ്റംസ് നമുക്ക് അവിടെ സ്റ്റോക്ക് വെക്കാം. നമുക്ക് സ്റ്റോറേജ് റൂം വരുന്നത് വരെ അവിടെ വെക്കാം. അത് തീർന്നു. ഇതൊന്നും തികഞ്ഞു തോന്നില്ലല്ലോ. തികഞ്ഞില്ല. പോയിട്ടുണ്ടല്ലേ ഇവിടെ കണ്ടത്തൊന്ന് കരുതിക്കല്ലേ. വെള്ളം നീ ഇങ്ങോട്ട് വന്നേ. നിന്നെ ഞാൻ എടുക്കാൻ നോക്കിയിരിക്കുമായിരുന്നു. അവിടെ ഇരുന്നാൽ മതി ചേട്ടാ. നമുക്ക് എല്ലാം ഒന്ന് അടക്കി വെക്ക് വെക്കാണ്ട്. ചീസിന് നമുക്ക് 2 സ്റ്റോറേജ് കൊടുക്കണം. ഇപ്പം എല്ലാം അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഷെൽഫിക്കുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ സ്റ്റോക്ക് വെക്കാം. ഒരു ഷെൽഫ് പാല്, ഒരു ഷെൽഫ് മുട്ട. അവിടെ ഇരുന്നോട്ടെ. ഇവിടേക്ക് ഉള്ളൊരു ഗ്യാപ്പ് ഉണ്ട്, ഒരു സാധനത്തിനുള്ള ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതിലോട്ടൊന്നും ഇല്ല സൽക്കാലത്തിന്. നമുക്ക് പുതിയ പ്രൊഡക്റ്റ് ലൈസൻസ് പ്രൊഡക്റ്റ് ലൈസൻസ് 2 വാങ്ങിക്കാൻ പറ്റും. നമുക്കൊരു $950 വേണം 2 പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങിക്കാൻ. 2 അല്ല, ശരിക്കും ഇതും വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആകുമ്പോഴത്തേനും ഞാൻ ഫുൾ ഗ്രൈൻഡ് ചെയ്തിട്ട് 1300 ഈ 3 ലൈസൻസ് ഒരുമിച്ച് വാങ്ങിക്കാം. ഓക്കെ, സെറ്റാക്കാം. അടുത്തത് അപ്പോൾ വലിയ അപ്ഡേഷനോ കുറേ പണി ഉണ്ടാവും. അപ്പോൾ ഞാനൊരു $2000 എങ്ങനെയെങ്കിലും ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം ഞാൻ. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടാ. അതെന്താ ചിന്തിക്കണോ, അല്ലെങ്കിൽ ഞാൻ തന്നെ അടുപ്പിച്ച് വെക്കാനും പറ്റത്തില്ല. അതാണൊരു പ്രശ്നം. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം നമുക്ക് കടവിൽ താക്കുമ്പോൾ ആ സ്പേസ് അങ്ങോട്ട് പോയി കിട്ടും. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. കണ്ടാ സൂപ്പർ മാർക്കറ്റ് പ്രൊലോഗൊക്കെ പോയി, സൂപ്പർ മാർക്കറ്റായി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടാറ്റാ.